ചിക്ക്മംഗ്ലൂരിൽ വിനോദസഞ്ചാരത്തിനിടെ കാണാതായ പാലക്കാട് സ്വദേശി 15-കാരി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം 1500 അടി താഴ്ചയിൽ നിന്ന് കണ്ടെത്തിയത്. കടമ്പഴിപ്പുറത്തെ രമേശ് രോഹിണി ദമ്പതിമാരുടെ മകളാണ് ശ്രീനന്ദ. ചൊവ്വാഴ്ച വൈകിട്ടാണ് പാലക്കാട് കടമ്പഴിപ്പുറത്ത് നിന്ന് 40 അംഗ സംഘത്തിനൊപ്പം എത്തിയ ശ്രീനന്ദയെ കാണാതാകുന്നത്. വൈകിട്ട് 5:20 വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് കാണാതായി. 40 പേരുള്ള ഒരു സംഘത്തിൽ നിന്നാണ് കുട്ടിയെ കാണാതായത്. പാലക്കാട് നിന്നുള്ള സംഘം സന്ദർശിക്കുമ്പോൾ മറ്റു 10 പേർ കൂടി സ്ഥലത്തുണ്ടായിരുന്നു. ഇവരെ CCTV ദൃശ്യങ്ങൾ വഴി തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. മകളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്ന സംശയമുള്ളതായി മാതാപിതാക്കൾ ചിക്കമംഗ്ലൂരു നോർത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മകൾക്ക് ലഹരി നൽകി ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയതാകാമെന്ന മാതാപിതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ശ്രീനന്ദയെ കണ്ടെത്താനായി രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം 1500 അടി താഴ്ചയിൽ നിന്ന് കണ്ടെത്തിയത്. ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നു. കൂടെയുണ്ടായിരുന്നവർ ഇറങ്ങി തിരച്ചിൽ നടത്തിയിരുന്നു. അപ്പോൾ കാണാത്ത മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. മൃതദേഹത്തിന് പഴക്കമില്ലെന്ന് പറയുന്നുണ്ടെന്നും ബന്ധു പറഞ്ഞു. ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്തും ഇപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ഭാര്യയുള്ളവരും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അതിനെ വിളിച്ച് ചോദിച്ചത്. രമേശോളം അന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇവർ ആ സൈഡാണ് നിന്നിരുന്നത്. ഈ ബോഡി കിട്ടിയ ഏരിയയിലൊന്നും നിന്നിരുന്നത്. ഈ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു. ആദ്യം നടത്തിയിരുന്നു. ഈ സ്ഥലത്ത് നടത്തി. അപ്പം തന്നെ പരിശോധിച്ചാണ് സ്ഥലമാണ്. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെ എല്ലാവരും അവിടേക്ക് ഇറങ്ങി പരിശോധിച്ചു. അവിടെ ഇറങ്ങി അത്യാവശ്യം ചെരുവുണ്ട്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ നോക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തമാവാതെ ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയെ കാണാതായതിനു സമീപത്തെ വെള്ളച്ചാട്ടത്തിലും കുന്നിലും വ്യാപകമായ തെരച്ചിലാണ് 2 ദിവസം നടന്നത്. ഇന്നലെ രാവിലെ മുതൽ രാത്രി വൈകി വരെ കൊക്കകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെക്കുറിച്ചുള്ള വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ഫലമുണ്ടായില്ല. വെള്ളച്ചാട്ടത്തിൽ വീണെന്ന് സംശയമുയർന്നെങ്കിലും തിരച്ചിലിന് ശേഷം പോലീസ് സാധ്യത തള്ളുകയായിരുന്നു. ഒടുവിൽ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടെ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന സങ്കടകരമായ വാർത്തയാണ് എത്തിയത്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.